ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വന്നിട്ട് അത്തായം മുതൽ നോമ്പ് തുറ വരെ ഉള്ളൊരു വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ റഹ്മ ബ്ലോഗ്സ് എന്നാണ്. കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത്തായത്തിന് എണിച്ചേരുന്ന ചിക്കൻ മസാല ഉണ്ട്, തക്കാളിക്കറി, അങ്ങനെ എല്ലാം കൂടിയാണ് കേട്ടോ. അങ്ങനെ അത്തായൊക്കെ വെച്ച് ഒക്കെ കാണുന്നു. ഇതെത്ര അറിയോ, നോമ്പ് 28ാമത്തെ വിശേഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അടിച്ചു വാരുന്നതും തുടക്കണം. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ കഴിഞ്ഞല്ലേ, രണ്ട് ദിവസമായിട്ടും അല്ല. ഇനിയിപ്പോൾ രാവിലെ എണിക്കലും നാഷ്ട ഉണ്ടാക്കലും ഒന്നും പറയണ്ട. ഇപ്പോൾ പറഞ്ഞാൽ അത്തായത്തിന് എണിച്ച് ചോറൊക്കെ തിന്ന് പിന്നെ ഒരു 11:30 മണി 12 മണിയാകുമ്പോൾ എണിച്ചാൽ മതിയല്ലേ. ആ സുഖം കഴിഞ്ഞു മക്കളെ, ആ സുഖം കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ ഇങ്ങോട്ട് 6 മണിക്ക് അങ്ങോട്ട് അടുക്കളയ്ക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി വരെ ഇനിയിപ്പോൾ തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് സ്കൂളും പൂട്ടിയ ഒരു സമയമാണല്ലോ. ഇനിയിപ്പോൾ സുഖമൊക്കെ കഴിഞ്ഞു. ഇനി ഈ വെക്കലും വളമ്പലും കഴുകലും തേക്കലും ഒന്നും ഇതന്നെ പണി. ഇനി വേറെ ഒരു പണിയും ഇല്ല കേട്ടോ. ഇനി തന്നെ ഇരിക്കുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അത്താഴത്തിന് ഇങ്ങോട്ട് എണിച്ച് ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് എന്തൊക്കെ അതൊക്കെ ഇങ്ങോട്ട് തേച്ചെങ്കിയിട്ട് വന്നാൽ പിന്നെ നമ്മൾ ഈ 3:30 മണി 4 മണിയാകുമ്പോൾ അടുക്കളയ്ക്ക് കയറിയാൽ മതിയല്ലേ. ഇനിയിപ്പോൾ അത് നടക്കൂലല്ലോ. രാവിലത്തെ കഴിയുമ്പോൾ ഉച്ചക്ക് കഴിയുമ്പോൾ 4 മണിക്ക് എത്തുമ്പോൾ രാത്രിക്കത്തെ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ പണി. ഇത് മക്കൾ സ്കൂളും കൂടി ഇല്ലാത്ത സമയത്ത് പിന്നെ പറയാനും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് റമളാൻ എന്തായാലും എല്ലാ പ്രവാസി കുഞ്ഞാങ്ങളാർക്കും എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക് കേട്ടോ. എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കട്ടെ. അങ്ങനെ പിന്നെ എൻ്റെ ഇന്നത്തെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനില്ല ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ ചിക്കൻ കറിയും അപ്പോൾ ഈ നാഷ്ട പറഞ്ഞ് എന്തപ്പോൾ ഈ നാഷ്ട ദിവസവും ഉണ്ടാക്കേണ്ടി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്തറിയോ, നന്നാക്കി ചിക്കൻ ഒരു മസാല പോലെ ആക്കി. ബിരിയാണി പറഞ്ഞാൽ ദമ്മിട്ടേക്കാക്കും എല്ലാവരും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താക്കിയാൽ ബിരിയാണി ദമ്മിട്ടില്ല, നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ എന്താക്കിയാൽ അധികം ഒന്നും വെള്ളവും ഒന്നും ഇല്ലാണ്ട് വരട്ടിയൊരു മസാല ആക്കൂലേ, അങ്ങനെ മസാല ആക്കിയിട്ട് ചിക്കൻ കറി വെച്ചാണ്. അങ്ങനെ ഒരു 1/2 കിലോ അരി ഇട്ടിട്ട് കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടോ. പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ലേനു, ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായി, പള്ളിയിൽ നിന്ന് നോമ്പ് തുറയുന്നു. അപ്പോൾ എന്താക്കാറ് മിക്കവാറും നോമ്പ് തുറക്കാൻ്റെ പോക്കില്ല. എന്താണ് ഇപ്പോൾ ഞാനും കുട്ടികളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതിക്കാൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വെക്കേഷനിൽ വന്നതാണല്ലോ. അപ്പോൾ പിന്നെ അധികം ഇവിടുന്ന് പിറക്കുന്ന തന്നെ നോമ്പ് തുറക്കാൻ ശ്രമിക്കൽ. എന്താ അതൊരു റാഹത്ത് തന്നെയല്ലേ. മക്കളും ഇവിടെ എല്ലാവരും കൂടി ഇരുന്ന് അപ്പോൾ എന്താക്കുന്ന പറഞ്ഞാൽ പിന്നെ അപ്പോൾ ഇവർ പോകാത്തോണ്ട് കൊടുത്തയച്ചു കേട്ടോ. ഞാൻ കുറേ ഒന്നും വെച്ചിട്ടുണ്ടായിട്ടില്ലേനു. ആക്കിയിട്ട് നല്ല മസാല ഇട്ടിട്ട് പിന്നെ എന്താക്കി നല്ല മല്ലിയും മുളകും ഇട്ടിട്ടാണ് കേട്ടോ വെക്കണം. അങ്ങനെ നല്ല കറി പറഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് കേട് വരും ചെയ്യും. പിന്നെ ഫ്രിഡ്ജിക്ക് പറഞ്ഞാൽ നമ്മളിവിടെ ഫ്രിഡ്ജില്ല, അപ്പുറത്തെ അതിൽ കൊണ്ടൊക്കെ ചിലപ്പോൾ കൊണ്ടോക്കും, ചിലപ്പോൾ മടി പിടിച്ചിട്ട് മസാല പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇക്കാക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടമല്ല, കറിയായിട്ട് ഇഷ്ടമല്ല. നല്ല അടിപൊളിയായിട്ട് മസാല ആക്കി വെച്ചാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഒക്കെ അതിൻ്റെ കൂടി ഇളക്കി ഇങ്ങനെ മസാല ഞാൻ ചാറ് മതിയോ അപ്പം ഇനി വറ്റിയത് മതിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇളക്കി വെക്കുകയാണ്. അങ്ങനെ ഒരു നുള്ളു പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുത്തിട്ടോ. പച്ച വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിച്ച് കൊടുത്തിട്ട് സെറ്റപ്പാക്കിയിട്ട് അവിടെ വെച്ചിന്. അപ്പോൾ എല്ലാവർക്കും റാഹത്ത് തന്നെയല്ല. എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് സന്തോഷമല്ല. അങ്ങനെ നെയ്ച്ചോറും വെച്ച് ഇതാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാതെ വത്തക്ക ജ്യൂസും പിന്നെ ഇന്ന് അതേപോലെ ഇന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഇന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കടിയാക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കായ് നിറച്ചതും ഇറച്ചിപ്പത്തിലും സമൂസയും കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ വത്തക്ക മുന്തിരി എന്തായാലും ഇക്കൊല്ലം എന്തായാലും ഇട്ട് വരക്കും. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോയി. പിന്നെ മോസമ്പി ജ്യൂസ് അപ്പം അടിച്ച് കൊടുക്കുന്നുണ്ട്, അടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, കൈപ്പളകുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ നോമ്പ് തുറക്ക് കഴിഞ്ഞിട്ടോ. അപ്പോൾ നോമ്പ് തുറക്കെ കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞത് നോമ്പ് തുറക്കാൻ ഇവിടുന്ന് വെള്ളപ്പവും മന്തിയും ബീഫ് കറിയും കേട്ടോ. പിന്നെ അതും ഉണ്ടായി. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ.
അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ വീഡിയോയിൽ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതിക്കോളി. കുഴപ്പമില്ല. ഇനിയിപ്പം തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തിരുത്തും കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും അറിയാത്തതൊക്കെയാണല്ലോ, നിങ്ങൾക്ക് തികഞ്ഞവരാരും ഉണ്ടാവൂലല്ലോ. അപ്പം എന്തെങ്കിലും അറിയാത്ത എന്തെങ്കിലും ഞാൻ തിരുത്താൻ പറ്റുന്നുണ്ട് തിരുത്തും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.